മുമ്പ് നാം എന്തായിരുന്നുവെന്നും ഇപ്പോൾ നാം ഏതവസ്ഥയിലേക്ക് വന്നിരിക്കുന്നുവെന്നും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള ഭാഗത്ത് വിശദമാക്കുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുളിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്ക എന്ന് 1 തെസ്സലോനിക്കർ 5:4 മുതൽ 6 വരെയുള്ള ഭേദഭാഗം അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ക്രിസ്ത്യാനിയുടെ വരവിൻ്റെ ആവശ്യകതയെ വെളിവാക്കുന്നു. ക്രിസ്തുവിനോടുകൂടി പ്രകാശമായിരിക്കേണ്ടവർ പ്രകാശമക്കളായി ജീവിക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ സന്യാസ സമൂഹമായിരുന്ന കുമ്രാൻ സന്യാസിമാരും സ്വയം പ്രകാശമക്കളെന്നും അതിലേക്ക് വരാത്തവരെ അന്ധകാരത്തിൻ്റെ മക്കളെന്നും വിളിച്ചിരുന്നു. ചാവുകടലിൻ്റെ തീരത്തുണ്ടായിരുന്ന ഈ എസീൻ സമൂഹത്തിന് ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിന്മേൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു. പ്രകാശഫലം എന്നതുകൊണ്ട് ഗലാത്യർ 5:19 മുതൽ 23 വരെയുള്ള ഭാഗത്ത് പറയുന്ന പരിശുദ്ധാത്മഫലത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രകാശവും ഇരുട്ടും തമ്മിൽ നിത്യമായി എന്നും പിരിഞ്ഞു നിൽക്കുന്നവയാണ്. അതാണ് വിശുദ്ധ യോഹന്നാൻ വെളിച്ചമായി അവതരിപ്പിക്കുന്നത്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് നിങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. 1 യോഹന്നാൻ 1:5-6. നമുക്ക് പകർന്നു കിട്ടിയ പ്രകാശം കാത്തു സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രകാശം സ്വയ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അവ സഹായിക്കുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തികളും ചിന്തകളും ഉള്ളിടത്തെല്ലാം പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കടന്നെത്തി അന്ധകാരത്തെ ദൂരീകരിക്കുവാനുള്ള ദൗത്യം പ്രകാശത്തിൻ്റേതാണ്. അന്ധകാരത്തിൽ അഥവാ പാപക്കറയിൽ ഉറക്കത്തിൽ കിടക്കുന്നവരോട് ക്രിസ്തുവേശുവിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കുവാൻ ഉപദേശിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക. യെശയ്യാ പ്രവചനം 60:1-2. ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിൽ നിവൃത്തിയായത് നമ്മിലൂടെ മാനവജാതിക്കും വെളിപ്പെടുവാൻ ഭക്തനെ, വിശ്വാസിയെ, നമ്മുടെ ജീവിതത്തെയും ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ക്രിസ്തു ഈ വചനഭാഗത്തിലൂടെ ഉപദേശിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.